ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വെറും 300 രൂപ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ എല്ലാ വേസ്റ്റുകളും വളമാക്കി മാറ്റാൻ കഴിയും. അത് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ വേസ്റ്റുകൾ ഉണ്ടാവും, അടുക്കളയിലുള്ള വേസ്റ്റുകളും അതുപോലെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ദിവസവും ഇതുപോലെയുള്ള വേസ്റ്റുകൾ വീടുകളിൽ നമ്മളുണ്ടാവും. അപ്പോൾ ഇത് എന്താ ചെയ്യാന്നറിയാതെ പല ആളുകളും ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി അടുത്ത വീട്ടിലേക്കോ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ പുഴയിലോ തോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുളത്തിലോ പൊട്ടക്കിണറ്റിലോ ഒക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കാറുണ്ട്. അതെന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലെ വേസ്റ്റുകൾ ആ വീട്ടിലേക്ക് തന്നെ തികയാത്ത ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇത് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഇതുപോലുള്ള ചെടികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് അതിനെ വളം ആക്കി മാറ്റാൻ കഴിയും. അത് പല ആളുകളും ചെലവേറിയതുകൊണ്ടും അതുപോലെ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തത്. വേസ്റ്റുകളിൽ നിന്നും പച്ചിലയിൽ നിന്നൊക്കെ വളം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അതിന് വലിയൊരു വാട്ടർ ടാങ്ക് വേണം, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ വേണം, അതിന് സ്ഥലം വേണം, അതിൽ നിന്ന് സ്മെല്ല് വരും, അതിൽ നിന്ന് പുഴുക്കൾ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇതിൽ നിന്ന് നിൽക്കാത്തത്. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വെറും 300 രൂപ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ എല്ലാ വേസ്റ്റുകളും വളമാക്കി മാറ്റാൻ കഴിയും. അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഇതാണ്. നമ്മുടെ വേസ്റ്റ് ഇത് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ബക്കറ്റ് വാങ്ങണം. ഈ ബക്കറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല മൂടിയുള്ള ബക്കറ്റ് വേണം. മൂടി ടൈറ്റായിട്ട് അടയും വേണം. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്മെല്ല് പുറത്തേക്ക് വരാത്തതുപോലെ നല്ല ടൈറ്റാക്കി അടയ്ക്കാൻ പറ്റുന്ന ഒരു ബക്കറ്റ്. അത് നമ്മുടെ ഓരോ വീടുകളിലെയും വേസ്റ്റിൻ്റെ അളവനുസരിച്ച് വലുതോ ചെറുതോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ബക്കറ്റിനെ ഒരു ചെറിയൊരു മാറ്റം വരുത്തേണ്ടത്. ആദ്യം നമുക്ക് ഈ ബക്കറ്റിനെ ഒരു കുഴിയിലേക്ക് ഇറക്കി വെക്കണം. അതിന് നമുക്കൊരു കുഴി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ആ ബക്കറ്റിൻ്റെ ഏകദേശം ഒരു അളവെടുക്കുക. ഏകദേശം ഒരു അളവ് നമ്മൾ വരച്ചതിന് ശേഷം ബക്കറ്റിന് അളവ് വരച്ചു. എന്നിട്ട് നമുക്ക് അതിലൊരു കുഴി വെക്കാം. ഇതൊരു വലിയ കുഴി വേണമെന്നൊന്നുമില്ല, ഒരു ചെറിയൊരു കുഴി ആയാലും മതി. ഇതൊക്കെ അതുപോലെ ചെയ്തിട്ടുള്ളതാണ്. ഇത് വലിയൊരു പാത്രം വെക്കാനുള്ളതാണ്. ഇപ്പം നമുക്ക് ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് ചെറിയൊരു കുഴി കുത്താം. ആ ബക്കറ്റ് കൊള്ളാവുന്ന ഒരു കുഴിയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഏകദേശം ആ ബക്കറ്റ് കൊള്ളാവുന്ന ഒരു കുഴി, വലിയ ആഴമൊന്നും വേണ്ട, ഇത്രയൊക്കെ ആഴം വേണമെന്നൊന്നുമില്ല. നമുക്കതിനെ ചെറിയ കുഴി ആയാലും മതി. ഇത് നമ്മൾ ഈ ചെടിക്ക് അതുപോലെ ഈ ചെടിക്കൊക്കെ വളം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുമ്പോൾ. ഇതാണ് നമ്മുടെ ബക്കറ്റ്. കുഴി എടുത്തതിന് ശേഷം ഏകദേശം ബക്കറ്റ് വെച്ച് നോക്കുക. ഇത്രയും ഹൈറ്റ്, കുറച്ച് ഹൈറ്റ് നിന്നോട്ടെ. ചിലപ്പോൾ മഴയൊക്കെ വന്നിട്ട് വെള്ളം കൂടി വരുമ്പോൾ ബക്കറ്റിലേക്ക് വെള്ളം താഴ്ന്നു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ പൊന്തി നിന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ബക്കറ്റിൻ്റെ അടിഭാഗം ഹോളിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള വളം ഈ ചെടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇതിലേക്ക് ബാക്ടീരിയ കയറി ഇതിനകത്തുള്ള വേസ്റ്റിനെ മുഴുവനും വളമാക്കി മാറ്റും. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ബക്കറ്റിൻ്റെ ഹോളിടണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് രീതിയിൽ വേണമെങ്കിൽ ഇടാം. ആക്സോ ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ, കത്തി ചൂടാക്കിയിട്ടോ ഒക്കെ ചെയ്യാം. ഞാൻ ചെയ്യാൻ പോകുന്നത് കത്തി ചൂടാക്കിയിട്ടാണ്. ആദ്യം ഗ്യാസ് കത്തിക്കാം. അതിനുശേഷം നമ്മൾ ഹോളിടാൻ പോകുന്ന കത്തി ഇതിന് മുകളിൽ വയ്ക്കാം. വേറെ കത്തി കൂടി വയ്ക്കുക, കാരണം ഒരെണ്ണം ചൂടായി കഴിയുമ്പോൾ അടുത്തതും കൂടി ചൂടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ഇല്ലാതെ ഉപയോഗിക്കാം. ഇത് നമുക്ക് ബക്കറ്റിനെ തിരിച്ചു പിടിക്കാം. തിരിച്ചു പിടിച്ചതിന് ശേഷം ബക്കറ്റിനെ പതുക്കെ ഇങ്ങനെ ചൂടായത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു കത്തി തണുത്ത് കഴിഞ്ഞാൽ അടുത്ത കത്തി എടുക്കാം. നമുക്ക് അല്ല ഇങ്ങനെ നമുക്കിതിനെ ഹോളിടാം. അതിപ്പോൾ നല്ല ഭംഗി വേണമെന്നൊന്നുമില്ല, അവനവൻ്റെ ഇതുപോലെ ഹോളായാൽ മതി. ഇതേപോലെ ഒരു സൈഡ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ മുറിക്കണ പോലെ
മുറിക്കാം. കത്തി നല്ല ചൂടുണ്ടെങ്കിൽ പിന്നെ ഇത് സൈഡിലൊന്നും തട്ടാതെ നോക്കണം. ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ലാസ്റ്റ് അപ്പോൾ നമ്മുടെ ബക്കറ്റ് ഇതേപോലെയായി. ബക്കറ്റിന് ഫുൾ ഓട്ടയാണ്. ഇനി നമുക്ക് വേണ്ടത് ബാക്ടീരിയ ഉണ്ടാക്കണതിൽ. ബാക്ടീരിയ ഉണ്ടാക്കണമെങ്കിൽ 3 ഐഡിയകളാണുള്ളത്. ഒന്ന് ചാണകവെള്ളം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മോര്, തൈര് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത് ഞാനിപ്പോൾ എടുക്കുന്നത് ശർക്കരയാണ്. ഇത് ഉണ്ട ശർക്കരയാണ്. അപ്പോൾ അതിൽ പൊടി വേണം. പൊടി മാത്രം മതി നമുക്ക്. കുറച്ച് കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇത് കലക്കിയാലും മതി. അപ്പോൾ ആദ്യം ഒരു 1/2 കിലോ എടുത്താൽ മതിയാവും, മുഴുവനും ആവശ്യമില്ല. ഇതില്ലാന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചാണകം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ തൈര് ഉപയോഗിക്കാം. ഏതായാലും നമ്മൾ കുറച്ച് പൊടിച്ചെടുക്കാം. പൊടിഞ്ഞിരുന്നാലും അത്രയും നല്ലതാണ്. കുറച്ചൊന്നും പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും മതി. ഇത് നമുക്ക് കൊണ്ടുപോകാം. ഇത് ശർക്കരയാണ്, ശർക്കര പൊടിച്ചതാണ്. ഇത് നമുക്ക് കൊണ്ടുപോകാം. ബക്കറ്റ് നല്ല ഓട്ടയുള്ള ബക്കറ്റ് മതി. ഇതാണ് ഇപ്പോൾ നമ്മുടെ ബക്കറ്റ്. ഓട്ടയുണ്ട്, ഓട്ടയിടാൻ മറക്കരുത്. ഇനി അത് ഇങ്ങനെ കുഴി വെച്ച്, കുഴി കണ്ടില്ലേ, കുഴി നല്ലോണം ശ്രദ്ധിക്കുക. കുറച്ച് മണ്ണ്, ഇളകിയ മണ്ണ് കുഴിയുടെ അടിയിലില്ല. പ്ലാസ്റ്റിക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇളകിയ മണ്ണ് ഇതിനകത്ത് വേണം. ഇനി നമുക്കിത് വയ്ക്കാം. ബക്കറ്റ് നമ്മളിങ്ങനെ വെച്ചു. ഇനി ഇതിൻ്റെ സൈഡൊക്കെ മൂടിക്കൊടുക്കാം. എല്ലാ സൈഡും ഇങ്ങനെ മൂടി വയ്ക്കാം. ഇനി നമ്മുടെ ആ പൊടിച്ച ശർക്കര ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ അടിയിലിടാം. പൊടിച്ച ശർക്കരയാണ് നമ്മളിട്ടത്. ഇത് അതുപോലെ നമ്മൾ ഉണ്ടാക്കിയതാണ്. വലിയൊരു വാട്ടർ ടാങ്കാണ്. ഇതിൻ്റെ അടിഭാഗം അതുപോലെ വട്ടത്തിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആ മൂടിയാണിത്. അതിൻ്റെ അടിഭാഗം ഇതേപോലെ കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ വീഴുന്ന ഈ മരത്തിൻ്റെ ഇലകൾ മുഴുവൻ നമ്മളിതിലാണ് ഇടുക. ഇതാണ്ടോ, ഇതൊന്ന് നോക്ക്, കാണാം. ഇത് ഇവിടെ വീണിട്ടുള്ള ഇലകളാണ്. ഇത് ഏകദേശം 1 വർഷമായി. പക്ഷെ ഇത് ഫുള്ളായിട്ടില്ല. കാരണം ഇത് എത്ര നിറച്ചാലും വീണ്ടും താന്ന് പോകും. ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇതിപ്പോൾ ഒന്നിടാതെ ഇരിക്കുകയാണെങ്കിൽ താഴത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറേ കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതേപോലെ പൊടിയായി മാറും. നമുക്കതൊന്ന് നോക്കാം. പൊടി ആയത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതുണ്ട്, ഇതേപോലെ പൊടിയായി മാറും. ഇതിലിപ്പോൾ ബാക്ടീരിയ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കരിയില ഇടാം. അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് കരിയില ഒരു ഭാഗത്ത് ഇട്ടിട്ട് ഇങ്ങനെ കറുത്ത കളറായി കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാം. കരിയില നേരിട്ടും ഉപയോഗിക്കാം. ശർക്കര ഉള്ളതുകൊണ്ട് കരിയില ഉപയോഗിക്കാം. ഈ കരിയില ആ ശർക്കരയുടെ മുകളിൽ കൂടെ ഇതാണ്. ഇത് എളുപ്പത്തിൽ ചെടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് കരിയില കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് പുല്ല് ഉപയോഗിക്കാം. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും നേരം ജോലി ചെയ്തുകൊണ്ട് നമുക്ക് കൈയും കഴുകാം. അതിലേക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ആ വെള്ളം കുറഞ്ഞു കൊടുക്കുക.
ആ കരിയിലയുടെയും ശർക്കരയുടെയും ഒക്കെ ഒരു മിക്സ് ആയിക്കോളും. ഇപ്പോൾ എത്ര വെള്ളം ഒഴിച്ചാലും ഈ ബക്കറ്റ് നിറയില്ല. കാരണം എന്താ അറിയോ, ബക്കറ്റിൻ്റെ അടിഭാഗം ഒട്ടല്ലേ. നമുക്ക് ഇത് മൂടാനുള്ള കാര്യങ്ങൾ, മൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സൈഡിൽ മണ്ണോ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം, അല്ലെങ്കിൽ സ്മെല്ല് പുറത്തേക്ക് വരും. അങ്ങനെ മൂടാൻ പറ്റും. ഇനി നമുക്ക് വേസ്റ്റ് ഇടാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ നമ്മളിത് എന്നാണോ ഇൻസ്റ്റാൾ ചെയ്തത് അന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് വീട്ടിലെ വേസ്റ്റാണ് ഇതൊക്കെ. ഇത് നമുക്ക് ഇത് തുറക്കാം. ആവശ്യത്തിന് എത്ര വേസ്റ്റ് ഉണ്ടെങ്കിലും ഇതിലേക്ക് ഇടാം. അതിൽ പ്ലാസ്റ്റിക് ഇടരുത്. അതുപോലെ പ്ലാസ്റ്റിക്കും കുപ്പിയും അതുപോലെ അഴുകാൻ ബുദ്ധിമുട്ടുള്ള ഒന്നും അതിൽ ചേർക്കരുത്. കാരണം അത് നിറഞ്ഞ് വരും അഴുകാത്തത് കിടന്നു കഴിഞ്ഞാൽ. അഴുകി പോകുന്നതാണെങ്കിൽ അത് താഴ്ന്നു പോകും. അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. പിന്നെ സാധാരണ പോലെ നമുക്ക് വേസ്റ്റ് എത്ര വേസ്റ്റ് വന്നാലും ഇതിൽ കൊണ്ടുവന്നിട്ടാൽ മതി. ഇനി ഇത് ഈ വലിപ്പം തന്നെ വേണമെന്നില്ല. ഇത് ചെറുത്, ഇതതിൻ്റെ ചെറുതാണ്. ഇത് നമ്മൾ മീനും അതുപോലെയുള്ള എന്ത് വേണമെങ്കിൽ ഇടാം. ഇത് നമുക്ക് കാണാം, ഇതുണ്ടാ, ഇത് മീനൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മീൻകാരൊക്കെ വേസ്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മളത് വാങ്ങി ഇതിലിടും. എന്ത് ടൈപ്പ് വേസ്റ്റ് ഉണ്ടെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ചെറുത്, അതിൻ്റെ വലുത്, ഏറ്റവും വലുത്, അങ്ങനെ 3 ടൈപ്പ് നമ്മളിപ്പോൾ കണ്ടു. ഇതിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേസ്റ്റ് വരുന്നുണ്ടോ, ഹോട്ടലാണെങ്കിൽ വലിയ ടാങ്ക്, അങ്ങനെ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ മുഴുവൻ വേസ്റ്റും ഒരു വർഷത്തിന് ഇടാം. 2 ടാങ്ക് ഉണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അത് കറുത്ത പൊടിയായി മാറും. ആ പൊടിയായത് വളമായിട്ട് ഉപയോഗിക്കാം. അടുത്ത ടാങ്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇതിപ്പോൾ ഇതിന് മതി. ഇതിപ്പോൾ വേറൊരു ചെടിക്ക് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കാം. ഓരോ ചെടികളുടെ ചുവട്ടിലും നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വളം കിട്ടും. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ നമ്മളൊരു വലിയ കുഴി കുത്തിയിട്ട് വേസ്റ്റ് അതിലിട്ടിട്ട് മൂടുന്നതിന് തുല്യമാണിത്. മറ്റേതാകുമ്പോൾ ദിവസവും നമ്മൾ കൈക്കോട്ടെടുത്ത് കുഴി കുത്തണം, അതിന് വേസ്റ്റ് ഇടണം, മൂടണം. അങ്ങനെ പറമ്പ് മുഴുവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഇത് അതിനെ എളുപ്പമാക്കും. ഒരു കുഴി കുത്തിയാൽ മതി. ഇപ്പോൾ ഇതിപ്പോൾ ഒരു 6 മാസത്തേക്ക് ഈ വീട്ടിലെ എല്ലാ വേസ്റ്റുകളും ഇടാൻ ഇത് മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.